ഹായ്, ഞാൻ നമ്മുടെ ജാക്ക് മിഷനിലല്ലേ ആദ്യമായിട്ട് എങ്ങനെയാണ് ഒരു പുതിയ സ്റ്റുഡൻറ്റ് വന്നാൽ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരുവാണ്. ഇന്ന് വന്നൊരു സ്റ്റുഡൻറ്റിനെ ഞാൻ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നതാണ്. ആദ്യം ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഇടിവെട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് സ്വിച്ച് ഓഫ് ചെയ്തിട്ടേക്കണം. അത് കുത്തിയിട്ട് അതിന് ഓണാക്കി അതിന് ശേഷം ഇവിടെ അത് ഓണാക്കുന്നു. അതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ മോട്ടറിൽ കാല് വെക്കുന്നതെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നു. അതങ്ങനെ പതുക്കെ ചവിട്ടാനായിട്ടുള്ള പതുക്കെ ചവിട്ടിക്കൊണ്ട് ഇതിൻ്റെ സ്പീഡ് ആദ്യം അതൊന്ന് എങ്ങനെയാണെന്നുള്ളത് അത് കറക്റ്റാക്കി കൊടുക്കുന്നു. അതിന് ശേഷം നമ്മുടെ തുടയുടെ ഈ ഭാഗത്തുള്ള ഈ മൂവിങ് ഈ സാധനം എന്തിനുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ തുണി പൊക്കി വെച്ചിട്ട് നമ്മൾ തുണി വെക്കാനായിട്ടുള്ള, അതായത് ഇത് നൂലൊക്കെ സൂചിയൊക്കെ കുത്തി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് തുണി അതിൻ്റെ ഉള്ളിലോട്ട് അത് പൊക്കി വെക്കാനുള്ളതെന്നുള്ളത് ഇവിടെ തുടയിൽ ഇത് മൂവ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇത് പൊങ്ങുകയും താഴെ ഒന്ന് ചെയ്തേ അതൊന്ന് മൂവ് ചെയ്ത് അതിന് ഉണ്ടോ ഇങ്ങനെ അത് നമ്മൾ ചെയ്യുന്നു. അതിന് ശേഷം അത് പഠിച്ചതിന് ശേഷം ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെട്ടിടുന്ന തുണിക്ക് ആദ്യം ഫസ്റ്റും ലാസ്റ്റും കെട്ടിടാൻ വേണ്ടി ഒന്ന് ചെയ്ത് മൂവ് ചെയ്യാതെ അങ്ങനെ പതുക്കെ ഒന്ന് ചവിട്ടുമ്പോൾ അത് ബാക്കിലോട്ട് പോകുന്നതും എടുക്കുന്നതും. ഇത് മൂന്നും എന്തിനുള്ളതാണെന്ന് നമ്മൾ തുണി വെക്കാതെ തന്നെ അവരെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നേരെയുള്ളൊരു ഭാഗം ഉള്ളൊരു കുഞ്ഞ് പീസ്, ഇതിങ്ങനെയുള്ള ഒരു പീസ് കണ്ടോ, ഇതുപോലുള്ള ഒരെണ്ണം മടക്കിയെടുക്കുന്നു. മടക്കി ഇങ്ങനെ രണ്ടായിട്ട് എടുത്തിട്ട് അവരെ ആദ്യം ചെയ്യുന്ന തുണി എങ്ങനെ ഇത് പൊക്കാൻ, നമ്മൾ അത് പൊക്കിയിട്ട് തുണി എങ്ങനെ വെക്കണം. അപ്പം നമ്മൾ പഠിച്ചില്ലേ മൂവ് ചെയ്ത് തുടയുടെ അവിടുത്തെ മൂവ് ചെയ്യുന്ന ആ സംഭവം, അത് ഇതിൻ്റെ ഇടയിലോട്ട് എങ്ങനെയാണ് അങ്ങനെ വെക്കുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ തയ്യൽ വരണമെന്നുണ്ടെങ്കിൽ ഈ എൻഡ് നോക്കിക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ സ്ട്രെയിറ്റിൽ കിട്ടും. നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം പതുക്കെ ആദ്യം ഒന്ന് ഞാൻ മൊത്തത്തിലൊന്ന് തയ്യൽ പഠിപ്പിക്കുന്നു എങ്ങനെയാണെന്നുള്ളത്. പതുക്കെ ചവിട്ടി കറക്റ്റായിട്ട് നേരെ സ്ട്രെയിറ്റിൽ വേണം. കാരണം ഇതിൻ്റെ എൻഡ് വേണം, ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ എൻഡും തുണിയുടെ എൻഡും കൂടെ വന്ന് നമ്മൾ നേരെ വെക്കുന്നു. ഓക്കെ, ചവിട്ടിക്കോളും. പതുക്കെ ചവിട്ടി കുറച്ചും കൂടെ നേരെ ചെയ്യാൻ പഠിക്കുക. ഒരു കൈ ഇങ്ങനെ ബാക്കിലും, അതായത് ഇടത് കൈ നമുക്ക് താഴെയും നമ്മുടെ ഉള്ളിൽ നമ്മുടെ വലത് കൈയും കൊണ്ട് പതുക്കെ ഈ സംഭവം ഒന്ന് വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കണം. പതുക്കെ ഒന്ന് കൊടുക്കണം അതിൻ്റെ പൊസിഷന് വേണ്ടി. തയ്ച്ചോളൂ. നമ്മളാദ്യം ബിഗിനിങ്ങർക്കുള്ളതാണ്. എങ്ങനെയാണ് ഇത് ക്ലാസ് ഒന്നും കൂടെ പതുക്കെ നീറ്റായിട്ടൊന്ന് സ്ട്രെയിറ്റിൽ എളുപ്പമൊന്ന് ചെയ്തേ. കാല് കൈ നമ്മുടെ ഒരേ മൈൻഡിലായിരിക്കണം. ഇച്ചിരി കൂടെ സ്പീഡ് കൂട്ടിക്കൊണ്ട് കറക്റ്റ് ലെവലിൽ ഇങ്ങനെ നേരെ ആയിരിക്കണം. ഓക്കെ, ഇനി അതിൻ്റെ എൻഡിൽ നമ്മൾ എങ്ങനെയാണ് കെട്ടിടാൻ പഠിക്കുന്നത് കാണിച്ചു തന്നില്ലേ, അതെങ്ങനെയാണ് ഒന്നും കൂടെ ഒന്ന് ചെയ്തേ. അത് എൻ്റെ വെച്ചിട്ട് പതുക്കെ ഇത്രയും 4 ഇഞ്ച് ഇതായത് അവിടെ വരെ വരാം. സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മളവിടെ അങ്ങനെ ചെയ്യുന്നു. വീണ്ടും അവിടെ പിടിച്ച് ആകുമ്പോൾ അത് നമ്മൾ കെട്ടാവുന്നു. കെട്ടിട്ട ശേഷം നമ്മൾ ആദ്യത്തെ കെട്ടും പഠിപ്പിക്കുന്നു. അവസാനമായിട്ടുള്ള പതുക്കെ സ്ട്രെയിറ്റിൽ അടിച്ചു പോകും. സ്ട്രെയിറ്റിൽ വളഞ്ഞു പോകരുത്. തയ്യൽ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഈ എൻഡ് ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ അതിനൊരു നമ്മുടെ ഒരു ഐഡിയൽ അവസാനത്തെ കെട്ട് എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് വിടും ലാസ്റ്റ് വിടും അതെങ്ങനെ കെട്ടിടുന്നതെന്നുള്ളത്. ഓക്കെ, എൻഡ് വരുമ്പം ഇന്നൊരു ദിവസം ആയുള്ള നമ്മൾ എൻ്റെ എങ്ങനെയാണ് അത് കൈ എങ്ങനെയല്ല അത് ചെയ്യുന്നത് അങ്ങനെ ഒന്നുകൂടെ ഓക്കെ, ഗുഡ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ 3 സെക്ഷൻ ഇന്ന് പഠിച്ചിരിക്കുന്നത്. ഞാൻ ജിജി തോമസ്.